മടിയന്മാർക്കും മടിച്ചികൾക്കും പറ്റിയിട്ടുള്ള അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസ് പാക്കാണ്. ഇതിൻ്റെ ലൈവ് റിസൾട്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇത്രയും റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക്, എൻ്റെ ദൈവമേ എന്ത് അടിപൊളിയാണെന്ന് അറിയാമോ. സീരിയസ്ലി നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്, ബാക്കി സ്കിൻ കെയർ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താൽ നല്ല പ്രസൻറ്റബിളായിട്ട് സ്കിന്നായിരിക്കും. നമ്മുടെ സ്കിൻ ഏറ്റവും അടിപൊളിയായിട്ടും അട്രാക്റ്റീവായിരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവൂലേ. പക്ഷെ നമ്മുടെ മടിയും, നമ്മൾ വൈകുന്നേരം വീട്ടിൽ ടയേർഡായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല, ശരീരം അനുവദിക്കില്ല, കാര്യം ഭയങ്കര ടയേർഡ്നെസ് ആണല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്ന സാഹചര്യത്തിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇത്രയും എളുപ്പത്തിലൊരു സ്കിൻ കെയർ. സത്യം പറയാമല്ലോ ഗൈസ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഈ രാവിലെ മൊത്തം പണിയെടുത്തിട്ട് രാത്രി വന്ന് ഇത്രയും വലിയ പണിയെടുക്കാന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനായിട്ട്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, അതെനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, ലൈക്കും കൂടെ ചെയ്തേക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, എൻ്റെ മുഖത്ത് ഇപ്പോൾ ചെറുതായിട്ട് കുരുക്കളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, കാര്യം ഞാൻ മുഖത്ത് കൈ വയ്ക്കും. ഇതുപോലെ കൈ ഇങ്ങനെ തലയിൽ വയ്ക്കുക, ചൊറിയുക, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇത് കാരണമാണ് ഈ മുഖക്കുരു മാറാതെ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മാറ്റണം. അതത്ര നല്ല സ്വഭാവമല്ല. ഞാൻ പൊതുവേ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ, അല്ലെങ്കിൽ ഇതുപോലെ അലോവേര ജെല്ലോ, എന്തെങ്കിലും തേനും പാലും കൂടെ മിക്സ് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കും. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒരു മസാജ് കൊടുക്കും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത്. കുറേ മസാജ് വീഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു അലോവേര ജെല്ലെന്ന് പറഞ്ഞാൽ 50 ഗ്രാമിന് 55 രൂപയാണ്. ധാത്രിയുടെ ആണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് അലോവേര ജെല്ല് കിട്ടും. എനിക്കിപ്പം എപ്പോഴും ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല, കാര്യം എനിക്ക് ഓയിലി സ്കിന്നാണ്, എപ്പോഴും അങ്ങനെ സെറ്റ് ആവാറില്ല. ബട്ട് സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഞാൻ കുളിക്കുന്നതിനൊക്കെ മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറു ചൂടുവെള്ളവും സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴുകി കളയാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് റോസ് വാട്ടറും അതുപോലെ തന്നെ അലോവേര ജെല്ലുമാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മസാജിങ് ക്രീം പോലെ ആക്കിയെടുക്കും. എന്നിട്ടിത് നമുക്ക് ഫേസിലോട്ട് മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ ജെൻറ്റിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം എനിക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് അവർ ഗൈഡഡ് ആയിട്ട് പറഞ്ഞു തരുമ്പം അതുപോലെ ചെയ്യാനുള്ളത്. ഇത് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല. എല്ലാ ദിവസവും ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സാഹചര്യവും ഒക്കെ കാരണം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ കമ്പൽസറി ശ്രമിക്കാറുണ്ട്. വൈകുന്നേരം നമ്മൾ ടയേർഡായിരിക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതെ രാവിലെ ഈ മസാജൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. കാര്യം രാവിലെ ഒരുപാട് സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് വൈകുന്നേരം ചെയ്യാം. പക്ഷേ രാവിലെ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു ഓയിൽ മസാജ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ, അത് യൂസ് ചെയ്ത് നല്ല ഒരു ഓയിൽ മസാജ് കൊടുക്കുക. എല്ലാ ദിവസവും ഒന്നും ഞാൻ ഓയിൽ മസാജ് കൊടുക്കത്തില്ല, കാര്യം ഓയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് എനിക്ക് പറ്റത്തില്ല. എൻ്റെ സ്കിന്നിൽ ക്ലോഗായിട്ട് വേറെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഫ്രീ ആയിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് കുളിക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്ത് തലയിലും നല്ലൊരു ഓയിലൊക്കെ വെച്ച് മുഖത്തും നല്ല ഓയിൽ മസാജൊക്കെ കൊടുത്ത് ചെയ്യാം. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ക്രീംസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ഇതുപോലെ അലോവേര ജെല്ലും റോസ് വാട്ടർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. തേൻ എടുത്തിട്ട് കുറച്ച് പാലും അല്ലെങ്കിൽ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. ഒറിജിനൽ അലോവേര ഇല്ലേ, കറ്റാർ വാഴയുടെ ആ നീര്, അത് മാത്രം മതി. അത് വെച്ചിട്ട് നല്ല അടിപൊളി മസാജ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഈസി പീസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് വെച്ച് നല്ല മസാജൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു പഠിച്ചതാണ് കേട്ടോ. ഞാൻ ഇതിൽ എക്സ്പേർട്ടൊന്നും അല്ല, ഞാൻ ഇത് കണ്ടു പഠിച്ചതാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ പെട്ടെന്നൊരു ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മസാജ്. എത്ര കണ്ടാലും ഞാൻ മറക്കും ഗൈസ്. എനിക്ക് നോക്കി അവരുടെ ഒപ്പം ചെയ്യാൻ മാത്രമേ അറിയാവൂ. സ്വന്തമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അവർ ചെയ്യുന്ന അതേപോലെ ഫോളോ ചെയ്താൽ മതി. 15 മിനിറ്റൊക്കെ ചെയ്യാൻ സമയമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും റെഗുലറായിട്ടൊരു മസാജ് കൊടുക്കണം.
10 മിനിറ്റെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റേ ഉള്ളൂവെങ്കിൽ അത് ചെയ്യുക. പിന്നെ നമ്മൾ റുട്ടീനാക്കി മാറ്റും. അപ്പോഴേക്കും നമുക്ക് പിന്നെ സമയമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളും. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഫേസ് പാക്കാണ്. എൻ്റെ ദൈവമേ, എന്തൊരു റിസൾട്ട് തരുന്ന ഫേസ് പാക്ക് എന്നറിയാമോ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്ന് വേറെ ആരും വന്ന് നമുക്ക് പാക്ക് ഇട്ട് തരാൻ പോണില്ല, മസാജ് ചെയ്ത് തരാൻ പോണില്ല, ഒന്നും ചെയ്യാൻ പോണില്ല. നമ്മൾ തന്നെ ചെയ്യണം. സോ നമ്മൾ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ഡേ മോർണിംഗ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കുള്ളൂ. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി വയ്ക്കണം. ഇരുന്ന് സമാധാനമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളത് മൈൻഡിൽ വെച്ചിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു കൊടുക്കണം. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി ഗ്ലോയിങ് സ്കിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് ചെറുപയറിൻ്റെ പൊടിയാണ്. അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിച്ച് ഒരു കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്താൽ മതി. അത് നമുക്ക് മുറിയിൽ തന്നെ വെച്ചിരിക്കാം. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അതും പാക്കറ്റിൽ കിട്ടും. അത് നമുക്ക് റൂമിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അടുത്തതായിട്ട് തേനാണ്. തേനും നമുക്ക് റൂമിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഇങ്ങനെ പറയാൻ കാര്യം, കിച്ചൺ ആക്സസ് ഇല്ലാത്തവരും കിച്ചണിൽ പോയിട്ട് ഓരോന്ന് എടുത്ത് ചെയ്യാനായിട്ട് മടിയുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കത്തില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് നമ്മുടെ റൂമിൽ വെച്ച് തന്നെ ചെയ്യാം, വാഷ്റൂമിൽ വെച്ച് തന്നെ ചെയ്യാം, എന്ത് വേണോ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ റോസ് വാട്ടർ, അത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ അഫോർഡബിൾ ആണ്, വളരെ അഫോർഡബിൾ ആണ്. നമുക്കിപ്പം ഇതൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്കെന്നല്ല, ഒരു 1-2 മാസത്തേക്ക് ഇത് മതിയാവും. പിന്നെ നമ്മുടെ ചെറുപയറിൻ്റെ പൊടി മാത്രം പെട്ടെന്ന് തീർന്നു പോകും. കുറച്ച് നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ, അത് പിന്നെ കുറച്ചേ കിട്ടുള്ളൂ ക്വാണ്ടിറ്റിയും. അതൊരു 2 പാക്കറ്റൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപർച്ചേസ് ചെയ്താൽ മതി. ബാക്കി തേനും റോസ് വാട്ടറൊക്കെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ടോണറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പാക്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും എനിക്കൊരു ഈ 30 രൂപയുടെ ബോട്ടിൽ ഒരു മാസത്തോളം ഇരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ അത്രയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാക്കറ്റ് ഇട്ടും അത് വാങ്ങാം. പിന്നെ ഇത് ചീത്തയായി പോകുന്ന സാധനമൊന്നും അല്ല, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഇത്രയും നമ്മുടെ റൂമിൽ തന്നെ വെച്ചിരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എണീറ്റ് പോയി അടുക്കളയിൽ പോയി സംഭവങ്ങളെല്ലാം എടുക്കുക, പാത്രം കഴുകുക, ഇങ്ങനെ ഒരു പരിപാടിയും ഇല്ല. ഈ ഒരു ബൗളും സ്പൂണും കുഞ്ഞു സ്പൂണൊക്കെ നമ്മുടെ മുറിയിൽ തന്നെ വെച്ചിരിക്കുക, എടുക്കുക, പെട്ടെന്ന് മിക്സ് ചെയ്യുക, ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കസേരയിലിരുന്ന് ചാരിയിരുന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാം. ഉറങ്ങരുത് മീൻസ് പാട്ടൊക്കെ കേട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. ഉറങ്ങിപ്പോയാൽ നമ്മുടെ ബെഡിലും സംഭവങ്ങളൊക്കെ നമ്മളിത് എല്ലാം ആക്കി വെക്കും. അത് പിന്നെ അടുത്ത് വലിയ ജോലിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിതൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏറ്റവും ടയേർഡായിട്ട് വരുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാണ് ഇത് പറയുന്നത്. അല്ലാത്തവരുടെ കാര്യമല്ല. അല്ലാത്ത നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അറിയാമല്ലോ നമുക്ക് എന്ത് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. കാര്യം എനിക്കറിയാം. ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് തളർന്നു വരുന്ന സമയത്ത് മുഖം ഒന്ന് കഴുകാൻ പോലും എനിക്ക് മൂഡ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്കിന്നൊക്കെ ഡാമേജ് ആയി തന്നെ പോകുമായിരുന്നു. ആ അഴുക്കും പൊടിയും അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ കുറേ നാൾ വരെ പാക്ക് ഒന്നും യൂസ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് നല്ല ഡാർക്കായി തുടങ്ങും സ്കിന്ന്, ഡെഡ് സെൽസൊക്കെ കൂടിയിട്ടേ അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് നല്ലൊരു പാക്ക്. ഈ ഒരു പാക്ക് സൂപ്പറാണ്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫേസേ ആയിരിക്കത്തില്ല, ഞാൻ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ്, കൃത്യം ഒരു 15 മിനിറ്റ് നിങ്ങളിത് വെച്ചിരിക്കണം. ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനോ അല്ലെങ്കിൽ 2 പാട്ട് കേൾക്കാനോ ഉള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ എന്തായാലും റിലാക്സ് ഒക്കെ ചെയ്യുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾ 2 പാട്ട് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോഡ്കാസ്റ്റോ വീഡിയോസൊക്കെ കേൾക്കുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒന്ന് ചാരിയിരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് അറിയാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യുക. ആഴ്ചയിൽ ഒരു 5 ദിവസം മിനിമം ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. എല്ലാ ദിവസവും ഇപ്പം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസം ചെയ്ത് കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത്രയും നിങ്ങൾക്ക് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. ഇതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ കണ്ടെത്തുക. ആ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മസാജും ചെയ്യാം. ഇത് രണ്ടും രാത്രി തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് പകൽ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയും മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ സ്കിന്ന് വാഷ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന മാറ്റം കണ്ടോ? എന്ത് അടിപൊളിയാണ് നമ്മുടെ മുഖം കാണാനായിട്ട്.
സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് സപ്പിൾ ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ടുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഇനിയും കുറച്ച് സ്റ്റെപ്സും കൂടെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഫേസ് നന്നായിട്ട് സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് വാഷ് ചെയ്യുക. അതിനുശേഷം ഇനി കാണിക്കാൻ പോകുന്ന സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. എല്ലാ ദിവസവും ചെയ്യണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ, എനിക്ക് ഭയങ്കര ഒബ്സസ് ആയിപ്പോയി ഞാൻ ഈ ഒരു റിസൾട്ടിൽ. സോ അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ടോണറായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കിപ്പം 2-3 തവണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോലും നല്ലതാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 2-3 തവണ റോസ് വാട്ടർ ടോണറായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തിന് വരുന്ന മാറ്റം കണ്ട് നിങ്ങൾ ഞെട്ടും ഗൈസ്. അത്രമാത്രം റിസൾട്ടാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പിടിക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം റീഅപ്ലൈ ചെയ്യാനായിട്ട്. അതല്ല റീഅപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. ഒപ്പം ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പം കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ വേണം എന്നുള്ളപ്പോൾ മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ചില ദിവസങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് മാത്രമായിട്ടും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്നിപ്പോൾ അലോവേര ജെല്ല് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്താണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇങ്ങനെ 2 എണ്ണം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് മാത്രമേ യൂസ് ചെയ്താൽ മതി. പക്ഷേ മേക്ക് ഷുവർ അത് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മോയ്സ്ചറൈസർ നമുക്ക് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്കിപ്പം ഓയിലി സ്കിന്നിൻ്റെ തന്നെ മോയ്സ്ചറൈസർ വേണം. ഡ്രൈ സ്കിന്നിൻ്റെ അടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്കിൻ ക്ലോഗ് ആകും. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും വരും. അപ്പം നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറ്റം പറയും. നമുക്ക് ചേരാത്തതാണ്. ആ പ്രോഡക്റ്റിന് മേ ബി അത്ര പ്രോബ്ലം ഉണ്ടാവത്തില്ല. പക്ഷേ നമുക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ. അതല്ല ഓയിലി സ്കിന്നിൻ്റെ ആണെങ്കിൽ കൂടുതൽ ഡ്രൈ ആക്കാനേ അത് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവല്ലേ ഉള്ളൂ. സോ അതൊന്നും മനസ്സിൽ വെച്ചിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരുടെയെങ്കിലും എടുത്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇത് ഉണ്ടാവരുത്. സൂപ്പർ റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ആണ്. പാക്കൊക്കെ ഞാൻ അല്ലാതെ മാറ്റിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു റുട്ടീൻ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയിരിക്കുന്നത്. അത്രമാത്രം റിസൾട്ടാണ്. ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ ഒരു പാക്ക് അടിപൊളിയാണ്. ഇനി നിങ്ങൾ പകലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിന് ശേഷം സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്കിന്നിന് എന്താണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്, എന്താണ് ഇപ്പോൾ നീഡഡ് ആയിട്ടുള്ളതെന്ന് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ സ്റ്റെപ്സ് എല്ലാം അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലിപ്സും നമ്മൾ കെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു പാക്ക് തന്നെ അല്ലെങ്കിൽ വേറെ ഷുഗറിൻ്റെ സ്ക്രബ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക, ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിപ് മാസ്ക് ആയിട്ട് തേൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം. ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പം ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. സാധാരണ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ ലിപ് ബാം പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേന് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ പോയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ ടാറ്റ, ബൈ.